പക്ഷേ ചിന്ത രവി ഫൗണ്ടേഷനും പാലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്ന് കൊച്ചിയിൽ നമ്മുടെ വഞ്ചി സ്ക്വയറിൽ ഗസയുടെ പേരുകൾ എന്ന് പറയുന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. അതായത് ഈ ഗസയിൽ കൊല്ലപ്പെട്ട 18,000 കുട്ടികളുടെ പേരുകൾ വായിച്ച് അവരെ ഓർക്കുകയും ഇസ്രയേലിൻ്റെ മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ ഉള്ളൊരു പ്രതിഷേധമാണ്. ഇതിൽ സിനിമ, സാംസ്കാരിക, മാധ്യമ രംഗത്തുള്ള ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. തിരക്കഥാകൃത്ത് PF മാത്യൂസ്, നടൻ ഇർഷാദ് അലി, സംവിധായകൻ ആഷിഖ് കപൂർ, നടി ജ്യോതിർമയി, മുൻ ജസ്റ്റിസ് PK ശംസുദ്ദീൻ, മുൻ അംബാസഡർ വേണു രാജാമണി, ഗായിക സിത്താര കൃഷ്ണകുമാർ, ഇങ്ങനെ ഒരുപാട് പേര്, MS ബനേഷ് ഉൾപ്പെടെ നിരവധി പേർ ഐക്യദാർഢ്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പേരുകളൊക്കെ വായിച്ചിട്ട് ഇവർ പറയുന്നത് ഇവർ എഞ്ചിനീയറോ നാളെ ഡോക്ടറോ ഒക്കെ ആകേണ്ടതാണ് എന്ന് പറയുന്നത്. അതിലൊരു വസ്തുതാ വിരുദ്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇതുവരെ ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പാലസ്തീനിൽ ഒരു മലയാളി പോലും ഇല്ല. ഇപ്പം മലയാളി ലോകത്തെല്ലായിടത്തും ഉണ്ടെന്ന് പറയും, ചന്ദ്രനിൽ പോയാലും മലയാളിയെ കാണാൻ കഴിയുമെന്ന് പറയും. പക്ഷേ മലയാളി ഇല്ലാത്തൊരു രാജ്യം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലസ്തീനാണെന്ന് പറയേണ്ടി വരും. എൻ്റെ അറിവിൽ ഞാൻ ഒരു മലയാളിയെ പോലും പാലസ്തീൻ ഉണ്ട് എന്നുള്ള അവിടെ നിന്ന് മാധ്യമ റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ടോ എന്നറിയില്ല, അല്ലാതെ ഒരു മലയാളി ഉണ്ടെന്നറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഈ ഭൂമിയിൽ ഇപ്പം 40 യുദ്ധമുഖങ്ങളാണ് മൊത്തത്തിലുള്ളത്, ചെറുതും വലുതുമായിട്ടുള്ളത് 40ഓളം യുദ്ധമുഖങ്ങളുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന ഇവിടെ ഒന്നും തന്നെ കൊല്ലപ്പെടുന്ന കുട്ടികളോട്, യമനിലോ യുക്രൈനിലോ ഒന്നും കൊല്ലപ്പെടുന്ന കുട്ടികളോട് തോന്നാത്ത ഒരു പ്രത്യേക സ്നേഹം, ഇസ്രയേലിൽ ഉൾപ്പെടെ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ 7-ന്, അവിടെ ഒന്നും തോന്നാത്ത ഒരു സ്നേഹം കേരളത്തിലുള്ള ഈ മാധ്യമ, സാംസ്കാരിക, സിനിമാ പ്രവർത്തകർക്ക് പാലസ്തീനിലുള്ള കുട്ടികളോട് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, സാധാരണ നമ്മൾ ഈ മനുഷ്യാവകാശത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ലോകത്തെവിടെയും കുട്ടികളോ മനുഷ്യരോ കൊല്ലപ്പെടുമ്പോൾ നമ്മൾ അതിനോടൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ശരി, പലപ്പോഴും ഇത് സെപ്പറേറ്റിസത്തിൻ്റെ ഭാഗമായി മാറിത്തീരുന്നത് എന്നുവെച്ചാൽ ചിലയിടങ്ങളിൽ ഉള്ളത് സ്മരിക്കുകയും ചിലത് സ്മരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് രാഷ്ട്രീയമായിട്ടുള്ള നമ്മളുടെ ഏകപക്ഷീയതകൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലസ്തീനിലൊരു വിഷയം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് രാഷ്ട്രീയവൽക്കരിക്കാവുന്ന ഒരു കാര്യമല്ല. ഇതിനകത്ത് പങ്കെടുത്ത ആളുകളെല്ലാവരും പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളൊന്നുമല്ല. നമ്മൾ പേര് വായിക്കുന്ന സമയത്ത് അവർ മിക്കവാറും പല കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ്. ചിന്ത രവി എന്ന് പറഞ്ഞ ലോകത്ത് എല്ലായിടത്തും യാത്ര ചെയ്തിരുന്ന വലിയൊരു യാത്രികനായിരുന്നു ശരിക്കും. അദ്ദേഹം യാത്രാ വിവരണങ്ങൾ എഴുതുകയും അതേപോലെ എനിക്കൊന്ന് പലസ്തീനിലൊക്കെ പലപ്പോഴും പോയിട്ടുള്ള ഒരാളാണ് ചിന്ത രവി എന്ന് പറയുന്നത്. അപ്പോൾ ചിന്ത രവിയുടെ ഫൗണ്ടേഷൻ അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്ന ഒരു തയ്യാറുമില്ല. ശരിക്കും അവർക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. അതിൽ പങ്കെടുത്ത ആളുകളും ഇപ്പോൾ വേണു രാജാമണിയായാലും NS മാധവനൊക്കെ ആയിക്കഴിഞ്ഞാലും സമൂഹത്തിൽ ഏതാണ്ട് എല്ലാവരും തന്നെ അംഗീകരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ അവരുടേതായിട്ടുള്ള പങ്ക് സാധാരണ രീതിയിൽ പങ്കുവെക്കുന്ന ആളുകൾ കൂടിയാണ്. നല്ല വ്യക്തികളായിട്ട് നമ്മൾ കണക്കാക്കുന്നവരാണ്. കേരളത്തിൽ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലസ്തീൻ വിഷയം വരുമ്പോൾ കുറേ ആളുകൾ ഹമാസിനെ അംഗീകരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ഈ പലസ്തീൻ ഐക്യദാർഢ്യത്തിന് തന്നെ വിരുദ്ധമായി തീരും. കാരണം ഈ വിഷയം രൂക്ഷമാക്കി മാറ്റുന്നതിൽ ഇത്രയും ആളുകളുടെ കൊലപാതകത്തിലേക്കുള്ള അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബർ 7-ന്, നമ്മളിപ്പോൾ ഒക്ടോബർ 4-നാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ഒരു തീവ്രാക്രമണത്തിൻ്റെ ഫലമായി ഇസ്രായേൽ 2000-ലധികം ആളുകൾ മരിക്കുകയും ഏതാണ്ട് 200ഓളം പേരെ അവിടെ നിന്ന് അവരെ ബന്ദികളായി കൊണ്ടുപോവുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് പിന്നീട് വളരെ നിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ പലസ്തീൻ ജനതയെ ഇസ്രായേൽ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അപ്പോൾ പലസ്തീനിൽ ഇങ്ങനെ മരിച്ച ആ കുരുന്നുകളെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കണ്ണീരാണ് ശരിക്കും. എവിടെയും യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കണ്ണീരാണ്. ഈ ആധുനിക കാലത്തിന് യുദ്ധം വേണ്ട എന്നുള്ള മനസ്സുള്ളതാണ്. കാരണം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി ലോകം യുദ്ധത്തെ വെറുത്തതാണ്. പക്ഷേ എങ്കിൽ പോലും പലയിടങ്ങളിലും എന്ത് സംഭവിക്കുന്നുണ്ട്, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. പലസ്തീൻ ഇപ്പോൾ സമാധാനത്തിലേക്ക് വരുന്നു എന്നത് ലോകത്തിൻ്റെ ഒരു ആശ്വാസമാണ്. ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയും ആ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ ഹമാസിൻ്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. അത് സമ്പൂർണ്ണമായിട്ട് അത് അവസാനിച്ചെന്ന് വെച്ചില്ല. കാരണം ഹമാസ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ബന്ദികളെ വിട്ടയക്കാം, മാത്രമല്ല ഇത് സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യാം, അല്ലെങ്കിൽ സമാധാനമാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരൊരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ആ എതിർപ്പ് എന്ന് പറഞ്ഞാൽ
ഹമാസ് സമ്പൂർണ്ണമായിട്ട് നിരായുധവൽക്കരിക്കപ്പെടുകയും ഉം. സമ്പൂർണ്ണമായിട്ട് ഇസ്രായേലിന് കീഴടങ്ങുകയും ചെയ്യണം എന്ന ആവശ്യം അംഗീകരിക്കാൻ സാധ്യമല്ല. ഉം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഹമാസ് പലസ്തീനിൽ നിന്ന് വിട്ടുപോയി വേറെ ഏതെങ്കിലും പ്രദേശത്ത് അവരുടെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ അവർ തയ്യാറായി കഴിഞ്ഞാൽ ഈ വിഷയം അവസാനിക്കും. കാരണം ഈ വിഷയം അവസാനിക്കണമെങ്കിൽ ഇസ്രായേലും അതേപോലെ അമേരിക്കയും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകം പലസ്തീനിൽ നിന്ന് ഹമാസ് മാറണം എന്നുള്ളതാണ്. ഒരു മാറട്ടെ. അങ്ങനെയെങ്കിലും അവിടെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ആശ്വാസം, അവരുടെ ജീവിതം അവർക്ക് തിരിച്ചെടുക്കാനായിട്ടുള്ള വഴി തുറക്കുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും നമുക്കൊരു ഐക്യദാർഢ്യം പുലർത്തുന്നത് ലോകത്ത് മനുഷ്യന് എവിടെയും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെയും അത് ബാധിക്കുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും ഒരു ധാരണയുടെ പുറത്തുമാണ്. 17-ാം നൂറ്റാണ്ടിലൊരു കവിയുണ്ടായിരുന്നു, ജോൺ ഡൺ. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ ഇല്ലാതായാൽ അത് നിന്നിൽ ഒരു കുറവ് വരുത്തും. അതുകൊണ്ട് മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നറിയാൻ നീ ആളയക്കേണ്ടതില്ല, അത് നിനക്ക് വേണ്ടിയാണ് മുഴങ്ങുന്നത് എന്നതാണ്. ഇത് ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ളൊരു നോവലിൻ്റെ തുടക്കത്തിൽ കുറിച്ചു വെച്ചു. ആ നോവലിൻ്റെ പേര് ഇതാണ്, ഫോർ ഹും ദ ബെൽ ടോൾസ്, മണിമുഴങ്ങുന്ന ആർക്ക് വേണ്ടി. അപ്പോൾ അത് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് നടന്ന പട്ടാള ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കഥ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ശരിക്കും പറഞ്ഞത്. അതായത് സ്പെയിൻ നടന്ന അഭ്യന്തര കലാപത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫോർ ഹും ദ ബെൽ ടോൾസ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനതിൽ കാണുന്നത് ആ പുസ്തകവും ആ പുസ്തകത്തിൻ്റെ മുഖതാവിൽ എഴുതി വെച്ച വാചകങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണ്. കാരണം നമ്മൾ മനുഷ്യനായി ജീവിക്കുന്ന സമയത്ത് നമ്മളിൽ എപ്പോഴും ഒരു കുറവ് വരുത്തുന്ന പ്രക്രിയയാണ് മനുഷ്യരാശിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദുരിതമുണ്ടായ. അതുകൊണ്ട് പലസ്തീനിലെ കുരുന്നുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ വരുത്തുന്ന വലിയ മുറിവാണ്, വലിയ നിലവിളിയാണ്, വലിയ കണ്ണീരാണ് എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയം കലരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൽ വിയോജിപ്പുകളുണ്ടാകും. രാഷ്ട്രീയമില്ലാതെ അതിനെ കാണേണ്ടതൊരാവശ്യമാണ്. കുട്ടികൾ എന്ന നിലക്ക് തന്നെ മാത്രം ആ വിഷയം എടുക്കുകയും അതിനോടുള്ള ഐക്യദാർഢ്യത്തെ കാണുകയും ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം മുമ്പ് ലീലാവതി ടീച്ചർ ചില പ്രതികരണം നടത്തിയ സമയത്തും ലീലാവതി ടീച്ചർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ നമ്മളൊക്കെ അതിനകത്ത് കാണേണ്ട കാര്യം, അത് കുട്ടികളുടെ ഒരു വിഷയമല്ലേ, ടീച്ചർക്ക് ഒരമ്മ എന്ന നിലയ്ക്ക് അതിനകത്ത് പ്രതികരിച്ചൂടെ എന്നുള്ള സമീപനമാണ് കാണിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മറിച്ച് പലതരം ചോദ്യങ്ങളും പലതരം പരിഹാസങ്ങളും ഒക്കെ ഉയർന്നു വരികയാണ്. അത് അത്ര ശരിയായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയത്തിൻ്റെ ഒരു തലത്തിൽ വെച്ച് വരുമ്പോൾ മാത്രമാണ് അതൊക്കെ പ്രസക്തമായി തീരുക, അല്ലെങ്കിൽ അതിനൊരു പ്രസക്തിയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ഒരു പ്രത്യേകത, അതായത് ഈ മണിമുഴക്കം, പലസ്തീനിൽ നിന്നുള്ള മണിമുഴക്കം മാത്രം ഇവിടെ കേൾക്കുന്നത് അത് തന്നെ ഒരു രാഷ്ട്രീയമല്ലേ എന്നുള്ളതാണ്. അതെ, പലസ്തീനിൽ മാത്രമല്ല എന്നാണ് നമ്മൾ പറയുന്നത്, മനസ്സിലായത്. എല്ലാ സ്ഥലത്തും ഉണ്ടാകുമ്പോൾ നമ്മൾ പലസ്തീൻ ഇപ്പോൾ ഒരു വലിയ വിഷയമായി നിൽക്കുന്നതിൻ്റെ പേരിലാണ് അതിൻ്റെ ഐക്യദാർഢ്യവും അതിൻ്റെ സമ്മേളനത്തിനൊക്കെ പ്രസക്തി വരുന്നത്. അതല്ലാതെ എവിടെയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങളോട് നമുക്ക് നീതി പുലർത്താനായിട്ട് കഴിയേണ്ടതാണ്, ഐക്യദാർഢ്യം പുലർത്താനായിട്ട് കഴിയേണ്ടതാണ്. അത് കഴിയുന്നത് നമ്മൾ അവിടെ മരിച്ച കുട്ടികൾ ഏത് കുട്ടി എന്ന് നോക്കിയിട്ടായിരിക്കരുത്. അതായത് മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ നമ്മളെപ്പോഴും വിഭജനം കണ്ടെത്തുന്നത് അങ്ങനെയാണ്. ഒന്നില്ലെങ്കിൽ മതത്തിൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കും, അതല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെയുള്ള വിവേചനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ലാതെ എല്ലാത്തിനെയും ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ആ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് വളരെ മനോഹരവും സുന്ദരവുമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനമായിട്ട് മാറിത്തീരുക.